ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എഗ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അപ്പോൾ കഴിച്ചിട്ട് ചിക്കുനെ വിളിക്കാൻ പോകണം. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം ട്രിവാൻഡ്രത്ത് പോത്തങ്കോടാണ് കേട്ടോ. അപ്പോൾ പോത്തങ്കോട് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. കുറച്ച് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് നട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതിനായിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കഴിക്കാം കേട്ടോ. അതേ എഗ് ബിരിയാണി കാണിച്ചു തരാം. ഞാൻ വേഗത്തിലുണ്ടാക്കിയ ഒരു എഗ് ബിരിയാണി കേട്ടോ. ഭയങ്കര സമയം എടുത്തിട്ടൊന്നും ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ കുറച്ച് എഗ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചിക്കുനെ വിളിക്കാൻ പോകണം. സമയം ഒട്ടുമില്ല കേട്ടോ. വേഗം കഴിക്കണം, വേഗം പോകണം. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണേ. നല്ല ചൂടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. സമയം താമസം. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ സലാഡും അതുപോലെ അച്ചാറും പപ്പടവും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മസാല മാത്രം വെച്ചിട്ടാണ് കഴിക്കാൻ പോകുന്നത്. കാരണം ഇതിനകത്ത് ഞാൻ എഗ് ബിരിയാണിക്കകത്ത് തൈരൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനായിട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ചിക്കുനെ റെഡിയായി, വേഗം റെഡിയായി. എന്നാലും ഇച്ചിരി ലേറ്റാണ്. ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയത് വെളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, അത് കാരണം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചെരുപ്പിട്ടിട്ടെ വേഗം പോകണം. ഇനി പോകുന്ന വഴിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഞങ്ങളിത് ഇപ്പോൾ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ശാന്തിഗിരി ആശ്രമം. അപ്പോൾ ഇപ്പം മണി 3:18 ആയി കേട്ടോ. അപ്പോൾ ഒരു ശാന്തിഗിരി സ്കൂളിലെ കുട്ടികളൊക്കെ ഇതേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സമയം 3:18 ചിക്കു 3:30 ആകുമ്പോൾ ചിക്കു പോത്തങ്കോട് വരും. അപ്പോൾ അതിനുള്ളിൽ നമുക്കവിടെ എത്തണം. അതിനാണ് ഈ വേഗം പോകുന്നത് കേട്ടോ. ഞങ്ങളപ്പോൾ ഇതേ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കുള്ള നല്ല തിരക്കുള്ള റോഡാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു വളവും കൂടിയാണ് കേട്ടോ ഇവിടെ. ഇതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ഇനി പോത്തങ്കോട് എത്തുന്നത്. ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റുഡിയോ കേട്ടോ. ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ സ്റ്റുഡിയോയും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിത് ഇവിടെ ഈ ജിമ്മിലാണ് വരാറ് കേട്ടോ. രാവിലെ വരുന്ന ഇവിടെയാണ്. അപ്പം ഞങ്ങളിത് പോത്തങ്കോട് എത്തി കേട്ടോ. ഇവിടെ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും. പക്ഷെ ഇപ്പം ഈ സമയത്ത് വലിയ തിരക്കില്ല കേട്ടോ. തിരക്കില്ലാത്തത് കാരണം തന്നെ ഈ ജംഗ്ഷൻ കടന്നു പോകാൻ എളുപ്പമുണ്ട്. മറ്റേത് ചിക്കുനെ കൊണ്ട് രാവിലെ വരുന്ന സമയത്ത് മിക്കപ്പോഴും നല്ല തിരക്കായിരിക്കും. അപ്പം നമ്മൾ ബ്ലോക്കിൽ ഇങ്ങനെ കുറേ നേരം പെട്ട് കിടക്കാറുണ്ട് കേട്ടോ. ഈ ഒരു റോഡ് കഴിഞ്ഞ് നമ്മൾ അപ്പുറം ഇറങ്ങുമ്പോൾ ആ സൈഡിലാണ് ചിക്കുവിൻ്റെ വണ്ടി വരുന്നത്. അവിടെയാണ് നിർത്തുന്നതും അതുപോലെ അവിടെ നിന്ന് തന്നെയാണ് കയറ്റി വിടുന്നത്. അപ്പോൾ രാവിലെ ഉള്ള തിരക്കെന്ന് പറയുന്ന ഭയങ്കര തിരക്കാണ്. അത് കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങാറുണ്ട്. ഈ കാണുന്നതാണ് പോത്തങ്കോട് മാർക്കറ്റ് കേട്ടോ. വലിയൊരു മാർക്കറ്റാണ്. അതുപോലെ അതിനോട് ചേർന്ന് തന്നെയാണ് പോത്തങ്കോട് ബസ് സ്റ്റാൻഡും ഉള്ളത്. ഇനി നമ്മൾ പോകുന്നത് നേരെ ചിക്കുനെ കൂട്ടുന്ന ആ സ്ഥലത്തേക്കാണ് കേട്ടോ. അവർ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ബസ് അവിടെ കാണാനില്ല, എത്തിയിട്ടില്ല. പോത്തങ്കോട് ഇനി ഇച്ചിരി തിരക്കാവുന്ന സമയമാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ സ്കൂളിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുട്ടികളും വണ്ടിയും ഒക്കെ ആയിട്ട് നല്ല തിരക്കാവുന്ന സമയമാണ്. ഇനി ചിക്കുൻ്റെ വണ്ടി വന്നിട്ടില്ല കേട്ടോ. 3:30 ആവുന്നതേ ഉള്ളൂ. 3:25 ആയിട്ടേ ഉള്ളൂ. ഇനി വരത്തേ ഉള്ളൂ. നമുക്കിവിടെ നിൽക്കാം. നല്ല വെയിലുണ്ട്. ഇന്ന് നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്. അതുകാരണം തന്നെ നല്ല ചൂടുമുണ്ട്. എന്തായാലും ഇവിടെ നിൽക്കാം. വരട്ടെ. വന്ന് ചിക്കുൻ്റെ ബസ് വന്നിട്ടുണ്ട്. ചിക്കുതേ എത്തി. 2 ദിവസം പനിയൊക്കെ കഴിഞ്ഞ് ഇന്ന് അതിനൊക്കെ ശേഷം പോയതാണ് കേട്ടോ. വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇനി ഞങ്ങൾക്ക് കുറച്ച് നട്ട്സൊക്കെ മേടിക്കാൻ പോകാം. ചിക്കു നട്ട്സ് എന്താ ഇയാൾക്ക് വേണ്ടത്? എന്താ ഒന്നും വേണ്ടേ? കുറച്ച് ദിവസമായിട്ട് ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ട്. പനി ആയതുകൊണ്ടാണ് മേടിച്ചു കൊടുക്കാത്തത്. അപ്പോൾ ഇന്ന് വന്ന ഉടനെ എന്നോട് പറയുക എന്ത് വേണം? ഐസ്ക്രീം വേണം. ഇന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ചെറിയൊരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങളിനി ഐസ്ക്രീം മേടിക്കാനും നട്ട്സ് മേടിക്കാനും ഒക്കെ ആയിട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിതേ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പോയി മേടിച്ചിട്ട് വരാം. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ നട്ട്സ് ഒന്നും മേടിക്കാൻ വന്നിട്ടില്ല. വേറൊരു ഷോപ്പുണ്ട്, അവിടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വേണം, വാൾനട്ട് വേണം. ബദാം നമുക്കുണ്ട്. ബദാം ഇരിപ്പുണ്ട്. ബദാം വേണ്ട. മസാല ഉണ്ടല്ലോ അതിനകത്ത്. അതാണോ? പിന്നെന്താ വേണ്ടേ? ഇങ്ങനെയാണ് ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. പല രാജ്യങ്ങളിൽ നിന്നുള്ള
പല വെറൈറ്റി നട്ട്സൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രമേ അതിനകത്ത്. ഇപ്പം മാംഗോയുടെ ഡ്രൈ മാംഗോ ഒക്കെ ഉണ്ട്, ഡ്രൈ മാംഗോ. അതുപോലെ തന്നെ ചെറി, പലതരം ചെറികൾ. അതുപോലെ ഇപ്പുറത്ത് വരുമ്പോൾ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ്സും ഒത്തിരി ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ചോക്ലേറ്റ് വേണോ ചിക്കുന്? വേണോ എടുത്തോ. പിന്നെ നോക്ക് ഏതാ വേണ്ടേ നോക്ക്. ജെല്ലി ക്യാൻഡി ഫ്ലേവർ വരുമ്പോൾ മാംഗോ വേണോ? അത് പറഞ്ഞോ. ഇനി ഏതാ വേണ്ടേ? അപ്പോൾ അതിൽ നിന്ന് എടുത്തോ ചേച്ചി. അത് പിന്നെ ഏതാ? ഇത് വേണം. പിന്നെ ഏതിനകത്തുനിന്ന്? ഇതോ? ബോൾസ്. അത് മതിയോ? ക്യാൻഡി വേണം? ക്യാൻഡീസാണ്. സ്ട്രോബെറി ഉണ്ട്. പിന്നെ ഇതെന്ത് ചെയിനാണോ? ചെയിൻ കണക്കത്തെ ചോക്ലേറ്റ് ക്യാൻഡി അല്ലേ? ഇതുണ്ട്, ബോട്ടിലിൻ്റെ ഷേപ്പിലുണ്ട്. എടുക്കാൻ പറയട്ടെ ആൻറ്റിയോട്? വേണോ? ഇതെന്തുവാ? സ്ട്രോബെറി അല്ല. അപ്പം അതെടുക്കട്ടെ ചേച്ചി? ഇതിൽ നിന്ന് കൂടെ എടുക്കണേ. വെയിറ്റ് ഇതുകൊള്ളാം. ഇങ്ങനെയുള്ള ബാസ്ക്കറ്റിനോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പോകുമ്പോഴൊക്കെ നോക്കാറുണ്ട്. നമ്മൾ മറ്റേ കേക്കിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കാൻ പോകുന്ന ഷോപ്പിലും ഇങ്ങനെ കാണാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് നോക്കും. ഇതിൻ്റെ റേറ്റൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ലല്ലോ. റേറ്റ് ഉണ്ടോ? അതിൻ്റെ ഉള്ളിലുണ്ടോ? ഏതില്ല? അതാ ഫ്ലവറിൻ്റെ റേറ്റാണ് താഴത്തെ. ഇതെല്ലാം റേറ്റ് ഇട്ടിട്ടില്ല, റേറ്റില്ല. ഇവിടെ മൊത്തം ഡേറ്റ്സാണ് കേട്ടോ. ഇങ്ങനെ പല വെറൈറ്റി ഡേറ്റ്സാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നന്നായിട്ട് പഴുക്കാത്ത ഒരു ചെറിയ ഇങ്ങനെ അതിൻ്റെ ആ ചവർപ്പൊക്കെ വരുന്നത്. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞു പോയി. എവിടെ നിന്നാണ് മേടിച്ചതെന്ന് അറിയില്ല. എവിടെ നിന്നോ മേടിച്ചതാണ്. എല്ലാം ആയില്ലേ? ഇവിടെ എത്ര മാസമായി തുടങ്ങിയിട്ട്? 4 മാസമായി. പീനട്ട് ബട്ടർ ഏതാ വേണ്ടത്? ഏതാ നല്ലത്? 15 grams. പോവാം നമുക്ക്. കഴിഞ്ഞില്ലേ? ഞാൻ പോയി ജ്യൂസ് കുടിക്കണ്ടേ? അതിവിടെ സ്റ്റുഡിയോ കൂടെ കയറിയിട്ട് പോകാം കേട്ടോ. സ്റ്റുഡിയോയിൽ നിന്ന് 2 ടീഷർട്ട് എടുക്കാനുണ്ട്. അപ്പം അതും കൂടെ എടുക്കാം. ശാന്തിഗിരി ആശ്രമം ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ആ വലിയ താമര കാണുന്നില്ലേ? ഇതാണ് ശാന്തിഗിരി ആശ്രമം. അപ്പം ഞങ്ങളത് ചിക്കുനെയൊക്കെ വിളിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എത്തിയപ്പോഴേക്കും ഒരു എത്ര മണിയായി? ഇപ്പോൾ 5 മണിയാവാൻ പോകുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ 4:30 ആവുന്നോ? എത്ര മണിയായി? 4:45. അപ്പോഴേക്കും എന്താ എത്തിയിട്ടുണ്ട് കേട്ടോ. നട്ട്സൊക്കെ മേടിച്ചു. അപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വന്നതെല്ലാം എന്തേ പുറത്തേക്ക് വയ്ക്കട്ടെ കേട്ടോ. എന്നിട്ട് എടുത്ത് നമുക്ക് ബോട്ടിൽസിലാക്കിയിട്ട് വെക്കണം. നട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് പെപ്പറിൻ്റെ കാഷ്നട്ടാണ് കേട്ടോ. പെപ്പറിട്ട കാഷ്നട്ട്, പിസ്ത, അങ്ങനെ കുറച്ച്. ഇതിൻ്റെ പാക്കിങ് കൊള്ളാം കേട്ടോ. അവരുടെ പാക്കിങ്ങിന് ഇതിങ്ങനെ പേപ്പറാണ് കേട്ടോ. അത് കൊള്ളാം സംഭവം. ഞാൻ ചിയ സീഡും ഒക്കെ മേടിച്ചിട്ടുണ്ട്, വാൾനട്ടും ഒക്കെ മേടിച്ചു. പാക്കിങ് കൊള്ളാം കേട്ടോ. പ്ലാസ്റ്റിക് അല്ല. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ ഇതൊക്കെ ഇനി പാക്ക് ചെയ്തൊക്കെ വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.